ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അക്കോർഡിംഗ് ടു ആർച്ചസിൻ്റെ ടെക്നിക്കൽ ടേംസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അക്കോർഡിംഗ് ടു ഷേപ്പ് ആർച്ചസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് അക്കോർഡിംഗ് ടു ഷേപ്പ് ഉണ്ട്, നമ്പർ ഓഫ് സെൻറ്റേഴ്സ് ഉണ്ട്, വർക്ക്മാൻഷിപ്പ് ഉണ്ട്, മെറ്റീരിയൽസ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ ബേസിലെല്ലാം നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയാം. അപ്പോൾ ആദ്യം അക്കോർഡിംഗ് ടു ഷേപ്പ് നമുക്ക് ഏതൊക്കെ ആർച്ച് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫ്ലാറ്റ് ആർച്ചാണ്. ഓക്കെ, ഏതാണ്? ഫ്ലാറ്റ് ആർച്ച്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലാറ്റ് ആർച്ചാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ആർച്ചിൻ്റെ ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആർച്ച്. അപ്പോൾ ഈ ഫ്ലാറ്റ് ആർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഷേപ്പ് എന്താണ്? അപ്പാരൻറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്ലാറ്റ് ഷേപ്പ് തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്ക്യൂ ബാക്ക് ഇതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഈ സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രിയാണ്. സ്ക്യൂ ബാക്കിൻ്റെ ഇവിടെ വരുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ഡെപ്ത് ഓഫ് ഫ്ലാറ്റ് ആർച്ച് ഈസ് ഇൻവാരിയബിളി മെയ്ഡ് ഇക്വാലൻ്റ് ടു സം കോഴ്സ് ഓഫ് മേസൺട്രി. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു പോയിന്റ്. ഇനി ഇവിടെ ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴത്തെ ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ചിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻട്രൊഡ്യൂസിന് ഈസ് ഗിവൺ എ സ്ലൈറ്റ് റൈസ്. ഓക്കെ, ഈ ഇൻട്രൊഡ്യൂസിന് എന്തിട്ട് കൊടുത്തിട്ടുണ്ട്? ഒരു സ്ലൈറ്റ് റൈസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ റൈസ് എത്രയാണ്? ഇറ്റ് ഈസ് അബൌട്ട് 10 mm to 15 mm പെർ മീറ്റർ വിഡ്ത്ത് ഓഫ് ദ ഓപ്പണിംഗ്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈറ്റ് റൈസ് അല്ലെങ്കിൽ ക്യാമ്പറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, സ്ലൈറ്റ് റൈസ് അല്ലെങ്കിൽ ക്യാമ്പർ എന്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്ലൈറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓരോ മീറ്റർ വിഡ്ത്തിൽ 10 meter to 15 meter വരെ 10 millimeter to 15 millimeter വരെ എന്ത് ചെയ്യാം? ആ ഒരു റൈസ് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി എസ്ട്രഡോസ് എന്ന് പറയുന്നത് ഈസ് കെപ്റ്റ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ. ഓക്കെ, ചില സമയത്ത് എസ്ട്രഡോസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലാക്കി വെക്കും, അല്ലെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യാം? അതിന് ഒരു some days in order to prevent it from becoming hollow when arch settles it is given half camber of introdos. ഓക്കെ, ചില നേരത്ത് ഇതെന്ന് പറഞ്ഞാൽ ഏതാണ് ക്യാമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഇൻട്രൊഡോസിൻ്റെ കേസാണ് പറഞ്ഞത് അല്ലേ? ഇനി എക്സ്ട്രഡോസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ഈസ് ഈക്വൽ ടു ഹാഫ് ദ ക്യാമ്പർ ഓഫ് ഇൻട്രൊഡോസിൻ്റെ ക്യാമ്പറിൻ്റെ പകുതിയൊക്കെ നമ്മൾ ചില സമയത്ത് കൊടുക്കാറുണ്ട്, ചില സമയത്ത് നമ്മൾ കൊടുക്കാറില്ല. പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള എസ്ട്രഡോസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് കൊടുക്കുന്നത്? ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ബിക്കമിങ് ഹോളോ എന്നാണ് വെൻ ആർച്ച് സെറ്റ്. അപ്പം prevent it from becoming hollow when arch settles. ഓക്കെ, ആർച്ച് സെറ്റിലാകുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഹോളോ പോർഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്യാമ്പർ കൊടുക്കും. ആ ക്യാമ്പർ എസ്ട്രഡോസിൽ ക്യാമ്പർ കൊടുക്കും. ആ എസ്ട്രഡോസിൻ്റെ ക്യാമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡോസിന് എത്രയാണോ ക്യാമ്പർ കൊടുക്കുന്നത് അതിൻ്റെ പകുതിയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൗണ്ട് കമ്പാരിറ്റീവ്ലി വീക്ക്. അപ്പോൾ ഈ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ്ലി വീക്കാണ്. മറ്റ് ആർച്ചസിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വീക്കാണ്. ഇനി ഇതെന്ന് പറയുന്നത് ലൈറ്റ് ലോഡ്സിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് ലോഡ്സ് മാത്രമേ അവിടെ വരത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ആൻഡ് അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് സ്പാൻസ് അപ് ടു 1.5 മീറ്റർ വരെ സ്പാനുള്ള കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലാറ്റ് ആർച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്ലാറ്റ് ആർച്ചിൽ എന്തൊക്കെ പറഞ്ഞു? അതിൻ്റെ അപ്പാരൻറ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റാന്ന് പറഞ്ഞു. സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ ഇൻട്രൊഡോസിന് എന്ത് ചെയ്യും? നമ്മൾ ചെറിയൊരു ക്യാമ്പർ കൊടുക്കും, അല്ലെങ്കിൽ റൈസ് കൊടുക്കുന്ന എത്രയാണ്? 10 mm to 15 mm പെർ മീറ്റർ ഓഫ് വിഡ്ത്താണ് നമ്മൾ എന്തെന്ന് ക്യാമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എസ്ട്രഡോസിനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ക്യാമ്പർ ചില സമയത്ത് കൊടുക്കാറില്ല, ഫ്ലാറ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇട്ടേക്കുന്നത്. പിന്നെ ചില സമയത്ത് എന്താണ് ഇത് ആർച്ച് സെറ്റിലാവുന്ന സമയത്ത് ഹോളോ ആവുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമ്പർ കൊടുക്കും. ആ ക്യാമ്പറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എസ്ട്രഡോസിൻ്റെ ക്യാമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻട്രൊഡോസിൻ്റെ ക്യാമ്പർ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ഒരു ആർച്ചാണ്. ലൈറ്റ് ലോഡ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1.5 മീറ്റർ വരെ സ്പാനിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയാണ് നമുക്ക് ഫ്ലാറ്റ് ആർച്ചിൽ പഠിക്കാനുള്ളത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെഗ്മെൻ്റൽ ആർച്ച്. എന്താണ്?
സെഗ്മെൻ്റൽ ആർച്ച്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഈസ് ദ ഈ ഒരു ആർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ആർച്ചിൻ്റെ സെൻറ്റർ, ഓക്കെ, ഈ ആർച്ചിൻ്റെ സെൻറ്റർ എവിടെ ആയിട്ട് വരും? ഈ ഒരു ഭാഗത്തായിട്ട് വരും അല്ലേ? ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ടാണ് സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ്ങിങ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പ്രിങ്ങിങ് ലൈനേക്കാളും താഴെയാണ് വന്നിരിക്കുന്നത് ആണല്ലോ. അതാണ് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. സെഗ്മെൻ്റൽ ആർച്ചിൽ എന്തുവാണ് സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ പ്രത്യേകത എന്താണ്? സെൻറ്റർ ഓഫ് ആർച്ച്. എന്താണ് സെൻറ്റർ ഓഫ് ആർച്ച് എന്ന് പറയുന്നത് ഈസ് ബിലോ ദ സ്പ്രിങ്ങിങ് ലൈനിനേക്കാളും താഴെയാണ് എന്തെന്ന് പറയുന്നത് ഈ സെൻറ്റർ, ആർച്ചിൻ്റെ സെൻറ്റർ വരുന്നത്. ഓക്കെ, ഈ ആർച്ചിൻ്റെ സെൻറ്റർ വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് വരുന്നത്. അതായത് ഇതാണ് നമ്മുടെ സ്പ്രിങ്ങിങ് ലൈൻ. ആ സ്പ്രിങ്ങിങ് ലൈനിനേക്കാളും താഴെയായിട്ടാണ് വരുന്നത്. അത് ഒരു പോയിന്റ്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ കോമൺ ടൈപ്പ്, നമ്മൾ സാധാരണ ബിൽഡിങ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കോമൺ ടൈപ്പ് ഓഫ് ആർച്ച് എന്ന് പറയുന്നത് ഈ സെഗ്മെൻ്റൽ ആർച്ചാണ്. ദ ത്രസ്റ്റ് ട്രാൻസ്ഫോർഡ് ടു ദ അബട്ട്മെൻറ്റ് ഇൻ ആൻ ഇൻക്ലൈൻഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ആയിട്ടാണ് എന്ത് വരുന്നത്? അബട്ട്മെൻറ്റ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ത്രസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? രണ്ടിടത്തും ത്രസ്റ്റ് അബട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ത്രസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫേർഡ് അറ്റ് ആൻ ഇൻക്ലൈൻഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ത്രസ്റ്റ് ട്രാൻസ്ഫർ. അതായത് ഇവിടെ നിന്ന് വരുന്ന ലോഡ് നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അബട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെഗ്മെൻ്റൽ ആർച്ച്. അപ്പോൾ സെഗ്മെൻ്റൽ ആർച്ചിൽ എന്തൊക്കെ പഠിച്ചു? അതിൻ്റെ സെൻറ്റർ ഓഫ് ആർച്ച് എന്ന് പറയുന്നത് സ്പ്രിങ്ങിങ് ലൈനിന് താഴെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ ബിൽഡിങ്സിൽ യൂസ് ചെയ്യുന്ന കോമൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലോട്ട് ത്രസ്റ്റ് അബട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് സെമി സർക്കുലർ ആർച്ച്. എന്താണ് സെമി സർക്കുലർ ആർച്ച്? ഓക്കെ, സെമി സർക്കുലർ ആർച്ച് എന്താണ്? ആ പേര് തന്നെയുണ്ട്. എന്താണ്? ഒരു സെമി സർക്കിൾ ഷേപ്പിലാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഈ സെമി സർക്കുലർ ആർച്ചിൻ്റെ എന്താണ് സെൻറ്റർ എവിടെ ആയിട്ട്? ഈ സെമി സർക്കിളാണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്ററിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിൻ്റെ സെൻറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് സെൻറ്റർ വരുന്നതെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ സ്പ്രിങ്ങിങ് ലൈൻ വരുന്നത് എവിടെ തന്നെയാണ്? ഈ ഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ആർച്ച് ലൈസ് ഇൻ ദ സ്പ്രിങ്ങിങ് ലൈൻ. എന്താണ്? സെൻറ്റർ ഓഫ് ആർച്ച് ലൈസ് ഇൻ ദ സ്പ്രിങ്ങിങ് ലൈൻ. ഓക്കെ, സ്പ്രിങ്ങിങ് ലൈനിലാണ് സെൻറ്റർ വന്ന് ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഷേപ്പ് ഓഫ് കർവ് ഓഫ് ആർച്ച് ഈസ് എ സെമി സർക്കിൾ. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ സെമി സർക്കിൾ ഷേപ്പ്. സെമി സർക്കുലർ ആർച്ചാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സെമി സർക്കിൾ ഷേപ്പാണ് ഇതിനുള്ളത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ആണ് അല്ലേ? ഇവിടുത്തെ പ്രത്യേകത എന്താണ്? സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്. നമ്മൾ നേരത്തെ ഒരു 60 ഡിഗ്രി സ്ക്യൂ ബാക്ക് പറഞ്ഞത് ഏതായിരുന്നു? ഫ്ലാറ്റ് ആർച്ചിനായിരുന്നു. അപ്പോൾ ഈ കേസിൽ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ത്രസ്റ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ത്രസ്റ്റ് ട്രാൻസ്ഫർ. അപ്പം സ്ക്യൂ ബാക്ക് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ത്രസ്റ്റ് ട്രാൻസ്ഫർ ടു ദ അപ്പാർട്ട്മെൻറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പം ത്രസ്റ്റ് ട്രാൻസ്ഫേർഡ് എങ്ങനെയാണ്? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ത്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെമി എലിപ്റ്റിക്കൽ ആർച്ചാണ്. എന്താണ്? സെമി എലിപ്റ്റിക്കൽ ആർച്ച്. അപ്പോൾ നമ്മുടെ എലിപ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഹാഫ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആർച്ചായിട്ട് വയ്ക്കുന്നു. അതാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത് സെമി എലിപ്റ്റിക്കൽ ആർച്ച് അല്ലേ? അപ്പോൾ സെമി എലിപ്റ്റിക്കൽ ആർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ആർച്ച് ഹാസ് മോർ ദാൻ വൺ സെൻറ്റർ. നമ്മുടെ എലിപ്സിന് ഒന്നിലധികം സെൻറ്റേഴ്സ് ഇല്ലേ? അതേപോലെ ഇതിനും എന്തുണ്ട്? ദിസ് ആർച്ച് ഹാസ് എന്താണ്? മോർ ദാൻ വൺ സെൻറ്റർ. ഓക്കെ, ഈ ആർച്ചിന് മോർ ദാൻ വൺ സെൻറ്റർ ഉണ്ടായിരിക്കും. ഇനി അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നതാണ് സെമി എലിപ്സിൻ്റെ. എന്താണ്? സെമി എലിപ്സിൻ്റെ ഷേപ്പിന് ഈക്വൽ ആണ്. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് എന്ന് എന്താണ്? സെമി എലിപ്സ് ആണ് അല്ലേ? പിന്നെ എൻ്റെ അറിഞ്ഞിരിക്കേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ഹാവ് 3 അല്ലെങ്കിൽ 5 സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 3 സെൻറ്റേഴ്സ് അല്ലെങ്കിൽ 5 സെൻറ്റർ. അപ്പോൾ മോർ ദാൻ 1 സെൻറ്റർ എന്ന് പറഞ്ഞു ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇതിന് എത്രയുണ്ട്? 3 സെൻറ്റേഴ്സ് അല്ലെങ്കിൽ 5 സെൻറ്റേഴ്സ് ആണ് ഉള്ളത് സെമി എലിപ്റ്റിക്കൽ ആർച്ചിന്. അപ്പോൾ സെമി എലിപ്റ്റിക്കൽ ആർച്ചിൽ എന്തൊക്കെ പറഞ്ഞു? മോർ ദാൻ 1 സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഷേപ്പ് എന്താണ്? സെമി എലിപ്സ് ആണ്. 3 അല്ലെങ്കിൽ 5 സെൻറ്റർ ആണ് ഇതിൽ ഉള്ളത്. ഇനി അടുത്ത് വരുന്നത് ഇൻവേർട്ടഡ് ആർച്ച്. ഏതാണ്? നമ്മുടെ ഇൻവേർട്ടഡ് ആർച്ചാണ്.
ഓക്കെ, ഇൻവെർട്ടഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ദിസ് ആർച്ച് ഈസ് കൺസ്ട്രക്റ്റഡ്, ഇത് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ദ ബിയറിംഗ് പവർ. എന്താണ്? ദ ബിയറിംഗ് പവർ ഓഫ് ദ സോയിൽ. സോയിലിൻ്റെ ബിയറിംഗ് പവർ കൂട്ടാൻ നമുക്ക് എന്താ ഇൻവെർട്ടഡ് ആർച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫൗണ്ടേഷനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ ബിയറിംഗ് പവർ ഓഫ് ദ സോയിൽ. അടുത്ത ടൈപ്പ് ആർച്ച് എന്ന് പറയുന്നത് പോയിൻറ്റഡ് ആർച്ചാണ്. ഓക്കെ, പോയിൻറ്റഡ് ആർച്ച്. അപ്പോൾ നമ്മൾ ഈ ക്ലാസിഫിക്കേഷനൊക്കെ പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? അക്കോർഡിംഗ് ടു ഷേപ്പാണ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ 6ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റഡ് ആർച്ചാണ്. ഓക്കെ, നമുക്കിവിടെ ഫിഗറിൽ കാണാം എന്താണ് പോയിൻറ്റഡ് ആർച്ച് എന്ന്. പോയിൻറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ 2 കേർവ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊരു കേർവ്, ഇത് അടുത്തൊരു കേർവ്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ആർച്ച് കൺസിസ്റ്റ് ഓഫ് 2 കേർവ്സ്. എന്താണ്? 2 കേർവ്സ് ഉണ്ടാകും. 2 കേർവ്സ് ഉണ്ട്. പിന്നെ എന്താണ് പ്രത്യേകത? വിച്ച് ആർ മീറ്റിംഗ് അറ്റ് അപ്പെക്സ് ഓഫ് എ ട്രയാങ്കിൾ. ഓക്കെ, എന്താണ് ഇവിടെ ഈ ഒരു അപ്പെക്സിൽ 2 കേർവ്സ് മീറ്റിംഗ് അറ്റ് ദ അപ്പെക്സ് ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ അപ്പെക്സിൽ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പോയിൻറ്റഡ് ആർച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന 2 ആർച്ചുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ എന്താണ് അപ്പെക്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ഇക്വിലേറ്ററൽ ഐസോസിലസ്. ഓക്കെ, ഇത് നമ്മൾ ട്രയാങ്കിൾ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഇത് ഒന്നുകിൽ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വിലേറ്ററൽ ആയിരിക്കും. ഇക്വിലേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻസെറ്റ് ആർച്ച് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ലാൻസെറ്റ് ആർച്ച്. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആർച്ചസിൽ കോഡ് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ ഇട്ട് അതെന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററലോ ആയിരിക്കാം അല്ലെങ്കിൽ ഐസോസിലസ് ആയിരിക്കാം. അതിൽ ഐസോസിലസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ലാൻസെറ്റ് ആർച്ച് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ് സ്പ്രിങ്ങിങ് ലൈൻ വരുന്നത്. ആ സ്പ്രിങ്ങിങ് ലൈന് മുകളിലോ താഴെയോ ആവാം. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ദാറ്റ് മേ ബി ഇൻ ബിറ്റ്വീൻ ഓർ ഔട്ട് സൈഡ് സ്പ്രിങ്ങിങ് പോയിന്റ്സ്. അപ്പോൾ സ്പ്രിങ്ങിങ് പോയിന്റ്സിന് ഔട്ട് സൈഡും വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെൻറ്റർ വരാം. ഓക്കെ, ഇൻ ഇക്വിലേറ്ററൽ ആർച്ച് ദ സെൻറ്റേഴ്സ് വിൽ ബി ഓൺ ദ സ്പ്രിങ്ങിങ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഐസോസിലസിൻ്റെ കേസിലാണെന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിങ് പോയിന്റ്സിൽ വരണമെന്നൊന്നുമില്ല. സ്പ്രിങ്ങിങ് ലൈനിൻ്റെ മുകളിലോ താഴെയോ അല്ലെങ്കിൽ പുറത്തോ ആവാം എന്തെന്നാണ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. ഇക്വിലേറ്ററൽ ആർച്ച് ആണെങ്കിലോ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വിൽ ബി ഓൺ ദ സ്പ്രിങ്ങിങ് പോയിന്റ്. ഓക്കെ, ഈ സ്പ്രിങ്ങിങ് പോയിന്റിൽ, അതായത് ഈ ഒരു ആർച്ചിൻ്റെ സ്പ്രിങ്ങിങ് പോയിന്റ് എവിടെ വരും? ഈ ഒരു സ്പ്രിങ്ങിങ് പോയിന്റിൽ വരും. അതുപോലെ ഈ ഒരു ആർച്ചിൻ്റെ സ്പ്രിങ്ങിങ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പ്രിങ്ങിങ് പോയിന്റിൽ വരും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് റിലീവിങ് ആർച്ച്. എന്താണ് റിലീവിങ് ആർച്ച്? അപ്പോൾ റിലീവിങ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ എന്തുണ്ട്? ഒരു വുഡൻ ലിൻഡിലുണ്ടല്ലേ. അപ്പോൾ ദിസ് ആർച്ച് ഈസ് കൺസിഡർ ഓവർ എ വുഡൻ ജോയ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആർച്ച്. ഒന്നുകിൽ വുഡൻ ജോയ്സ് അല്ലെങ്കിൽ ലിൻഡിൽ, അതിന് മുകളിലാണ് നമ്മൾ നിന്ന് ഒരു റിലീവിങ് ആർച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് റിലീവ്സ് ദ ജോയ്സ് ഓഫ് ഫ്ലാറ്റ് ആർച്ച്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ലിൻഡലിനെ റിലീവ് ചെയ്യും. ഓക്കെ, ഫ്രം ക്യാരിയിങ് ദ ലോഡ്. അപ്പോൾ ലോഡൊന്നും അധികം ഇത് ക്യാരി ചെയ്യേണ്ടി വരത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഈ റിലീവിങ് ആർച്ചിനെ എന്തെയും ക്യാരി ചെയ്യും. അതിനാണ് റിലീവിങ് ആർച്ച് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് ഹോഴ്സ് ഷൂ ആർച്ച്. എന്താണ്? ഹോഴ്സ് ഷൂ ആർച്ച്. ഓക്കെ, അപ്പോൾ ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ആർച്ചിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നതാണ് ഹോഴ്സ് ഷൂ ഷേപ്പാണ്. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ കൺസിഡറേഷൻസ് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ ഹോഴ്സ് ഷൂ ആർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷേപ്പ് ഓഫ് ദ ആർച്ച് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് മോർ ദാൻ എ സെമി സർക്കിൾ. അപ്പോൾ ഈ സെമി സർക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഇതുവരെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെമി സർക്കിളാന്ന് പറയാം. അപ്പോൾ മോർ ദാൻ എ സെമി സർക്കിൾ വരുന്നതുകൊണ്ട് അതിനെന്ത് നമുക്ക് വിളിക്കാം? ഹോഴ്സ് ഷൂ ആർച്ച്. അപ്പോൾ ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് ഷൂ ഷേപ്പിലാണുള്ളത്. ആർക്കിടെക്ചർ കൺസിഡറേഷൻസിന് വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോർ ദാൻ എ സെമി സർക്കിൾ. അടുത്ത് വരുന്ന ആർച്ച് എന്ന് പറയുന്നത് സ്റ്റിൽറ്റഡ് ആർച്ച്. സ്റ്റിൽറ്റഡ് ആർച്ച് നമുക്കിവിടെ ഫിഗറിൽ കാണാം. എന്താണ്? ഇതിന് ഒരു സെമി സർക്കുലർ ഷേപ്പ് ഉണ്ട് അല്ലേ? അറ്റാച്ച്ഡ് അറ്റ് ദ ടോപ്സ് ആൻഡ് 2 വെർട്ടിക്കൽ പോർഷൻസ്. അപ്പോൾ ഈ 2 വെർട്ടിക്കൽ പോർഷൻസിന് മുകളിലായിട്ട് എന്ത് വരുന്നുണ്ട്? ഒരു സെമി സർക്കുലർ ആർച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വെർട്ടിക്കൽ പോർഷൻ്റെ ഈ ഒരു ഭാഗത്തു കൂടിയായിരിക്കും അതിൻ്റെ സ്പ്രിങ്ങിങ് ലൈൻ പോകുന്നത്. ആണല്ലോ, ഇവിടെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പ്രിങ്ങിങ് ലൈൻ പോകുന്നത് ഈ വെർട്ടിക്കൽ പോർഷന് മുകളിലായിട്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്നത് വെനീഷ്യൻ ആർച്ച്. എന്താണ്?
വെനീഷ്യൻ ആർച്ച്. അപ്പോൾ ഈ ആർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ഡെപ്ത് അറ്റ് ക്രൗൺ എന്ന് പറയുന്നത്, ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്, ക്രൗൺ എന്ന് പറയുന്നത് ഇതാണല്ലോ, ഇവിടുത്തെ ഈ ഡെപ്ത് എന്ന് പറയുന്നത് ഈസ് മോർ ദാൻ ദാറ്റ് അറ്റ് സ്പ്രിങ്ങിങ് ലൈൻ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഡെപ്ത്. ഓക്കെ, മുകളിൽ വരുമ്പോഴത്തേക്ക് എന്താണ് ഡെപ്ത് കൂടുതലാണ്. അപ്പം ഡെപ്ത് ഓഫ് ക്രൗൺ എന്ന് പറയുന്നത് ഡെപ്ത് അറ്റ് ക്രൗൺ ഈസ് മോർ ദാൻ ദാറ്റ് അറ്റ് സ്പ്രിങ്ങിങ് ലൈൻ. ഓക്കെ, ഇനി ഈ വെനീഷ്യൻ ആർച്ചിന് 4 സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, എന്തുണ്ട്? 4 സെൻറ്റേഴ്സ് ഉണ്ട്. ഓൾ ലൊക്കേറ്റഡ് ഓൺ ദ സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിങ്ങിങ് ലൈനിലാണ് എല്ലാം ഇരിക്കുന്നത്. വെനീഷ്യൻ ആർച്ചിന് എത്ര സെൻറ്റേഴ്സ് ഉണ്ട്? 4 സെൻറ്റർ ഉണ്ട്. എല്ലാം എന്താണ്? സ്പ്രിങ്ങിങ് ലൈനിലാണ് ഇരിക്കുന്നത്. അടുത്ത് നമുക്ക് വരുന്നത് ഫ്ലോറന്റൈൻ ആർച്ച്. എന്താണ്? ഫ്ലോറന്റൈൻ ആർച്ച്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ വെനീഷ്യൻ ആർച്ച് പോലെ. നമ്മൾ വെനീഷ്യൻ ആർച്ചിൻ്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ, ഇങ്ങനെയായിരുന്നു വെനീഷ്യൻ ആർച്ചിൻ്റെ ഷേപ്പ് വരുന്നത്, കൂർത്ത് വരുന്നു. ഇതിൽ ഇൻട്രൊഡോസ് എന്ന് പറയുന്നത് അതായത് ഫ്ലോറന്റൈൻ ആർച്ചും വെനീഷ്യൻ ആർച്ച് പോലെ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇൻട്രൊഡോസിന് സെമി സർക്കുലർ ഷേപ്പ് ആയിരിക്കും. എന്താണ്? ഇൻട്രൊഡോസിൻ്റെ ഇവിടെ സെമി സർക്കുലർ ആയിരുന്നോ? അല്ല. പക്ഷേ ഇവിടെ ഈ ഒരു ഫ്ലോറന്റൈൻ ആർച്ചിൽ വരുമ്പോൾ ഈ ഇൻട്രൊഡോസ് എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പാണ്. ഇനി ഇതെന്ന് പറയുന്നത് 3 സെൻറ്റേർഡ് ആർച്ചാണ്. ഓക്കെ, ഇതിന് എത്ര സെൻറ്റേഴ്സ് ഉണ്ട്? 3 സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം ഇവിടെ തന്നെയാണ് ഈ ഒരു സ്പ്രിങ്ങിങ് ലൈനിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് അക്കോർഡിംഗ് ടു ഷേപ്പ്. ഓക്കെ.